ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ്, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ക്ലീനാണ്. ഈ ഒരു ചിന്ത ഇത് എനിക്കറിയാമല്ലോ. നമ്മളിപ്പം ഏത് യുദ്ധമുള്ള രാജ്യത്ത് പേര് കേൾക്കാത്ത രാജ്യങ്ങൾ വന്നാൽ പോലെ അവിടെ നിന്നൊരു പ്ലെയിൻ വരണം എന്നാണ് പറയുന്നത്. കാരണം അവിടെ നിറച്ച് മലയാളികളുണ്ട്, നമ്മുടെ ആൾക്കാർ വരാനുണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്ത ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ്, ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ക്ലീൻ ആണെന്നൊരു ചിന്ത പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഇതിനകത്ത് വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല. ഇനി ഞാനൊരു സത്യം കൂടെ പറയാം. ഞാൻ പലപ്പോഴും ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ US ഒക്കെ പല സിസ്റ്റങ്ങളിലും നമ്മളെക്കാൾ മുന്നിലാണെന്നും അത് പലതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല പ്രേക്ഷകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവിടെ എല്ലാത്തിനും മാതൃകയാക്കാവുന്ന നാടാണെന്നാണ്. അല്ല, US സബ്വേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ന്യൂയോർക്കിലെ സബ്വേ സ്റ്റേഷൻ ട്രെയിൻ, നമ്മുടെ മെട്രോ പോലത്തെ ഭൂമിക്കടിക്കൂടെ അവിടെ നിൽക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ആ റെയിൽവേ ട്രാക്കിൽ കൂടെ എലി പെറ്റുപെരുകി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ മെട്രോ ട്രെയിനിനകത്ത് കൊക്കക്കോളയുടെ കുപ്പി മറിഞ്ഞ് വീണ് നിലത്തല്ലാതെ ചെതറിക്കിടക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ നമ്മുടെ കൊച്ചിയേക്കാൾ വൃത്തികെട്ട എത്രയോ സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ജപ്പാൻ പൊതുവെ വൃത്തിയല്ല എല്ലായിടത്തും. നിങ്ങൾ വൃത്തികേട് കണ്ടുപിടിക്കാൻ ജപ്പാനിൽ ഇറങ്ങിയ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വൃത്തികേട് നമുക്ക് കാണാനും പറ്റും, വൃത്തികെട്ട രീതി കിടക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ജപ്പാനിൽ കൂടെ ഈയിടെ പോയപ്പോഴാണ് ഞാനത് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ടൂറിസ്റ്റുകൾ വരുന്ന ബഹുഭൂരിപക്ഷ സ്ഥലത്തും അവർക്ക് വേസ്റ്റ് ബിന്നുകളില്ല. പക്ഷെ അവിടെയൊന്നും വേസ്റ്റ് കിടക്കുന്നില്ല. അത് ടൂറിസ്റ്റുകളുടെ ഒരു മര്യാദ കൊണ്ട് ഇന്ത്യക്കാരെങ്ങാനും കൊണ്ടുപോയി വൃത്തികെട്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ആരും അവിടെ കൊണ്ടുപോയി വെറുതെ ഇടില്ല. വേസ്റ്റ് ബിൻ കണ്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യുക? അവരുടെ പോക്കറ്റിലിടും അത്. അങ്ങനെയാണ് ഒരു സിസ്റ്റം. ജപ്പാനിലെ സിസ്റ്റം അതാണ്. നിങ്ങൾ ടൂറിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പിയോ വെള്ളമോ വെള്ളക്കുപ്പിയോ പ്ലാസ്റ്റിക് കൂടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുക. നിങ്ങളുടെ ഹോട്ടലിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ഈ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും മാത്രമേ അവർ വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂ. അത് സോർട്ട് ചെയ്ത്. പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ പൊതുവേ കാണില്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഈയിടെ നമ്മളൊരു ഗൈഡിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലേസുകളിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വേസ്റ്റ് ഇടുന്ന ബിന്നുകളില്ലാത്തത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യില്ല. ഇപ്പം മൂന്നാറിലേക്ക് പോകുന്നവൻ ആ വേസ്റ്റ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ വീട്ടിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ മതി നിയമം. ഇത് നിയമം ഉണ്ടാക്കുകയല്ല വേണ്ടേ. നമ്മൾ കുട്ടികളെ ബാല്യം മുതൽ പഠിപ്പിച്ചാൽ ഇതൊക്കെ ശീലമാവും. നമ്മൾ മതം പഠിപ്പിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഈ സാമൂഹ്യ ബോധം കുട്ടികളെ പഠിപ്പിച്ചാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ലാതായിപ്പോവും. 90s അത്ര എളുപ്പമല്ല നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് ചെല്ലുക, അവിടെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അവിടെ എത്തുക. പ്രോസസ്സ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അന്ന് കണ്ട ഇന്ത്യയും ഇന്ന് കണ്ട ഇന്ത്യയും താങ്കൾ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ തവണയും ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ എയർപോർട്ട് മുതൽ അവിടെയുള്ള കാര്യങ്ങൾ മുതൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. അന്ന് എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയും ഇന്ന് ചെന്ന് നിൽക്കുന്ന സാറും തമ്മിൽ ആ പ്രോസസ്സുകളിൽ തന്നെ ഇന്ത്യക്ക് കാണുന്നൊരു വലിയ വ്യത്യാസം എന്താണ് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ? അത് വേണമെങ്കിൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയാവുന്ന കാര്യമുള്ളൂ. അന്ന് ഒരു വിദേശയാത്ര കഴിഞ്ഞാൽ അത് എത്ര കഷ്ടപ്പെട്ടാൽ പോകുന്നതെങ്കിലും മടക്കയാത്രയായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണല്ലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു.